അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് കല്യാണ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന രീതിയിലുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ 1.5 കിലോ ബീഫ് കഴുകി വെള്ളം വാർത്ത ശേഷം ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പിടി ചെറിയുള്ളിയും ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലയും ഒരു 5 പച്ചമുളക് ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അടുപ്പിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇറച്ചിയിൽ നല്ലപോലെ നെയ്യ് ഉണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളം നല്ല ഇറങ്ങി വരും. അപ്പോൾ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്രയും മതി. ഇനി നന്നായിട്ട് തീ കത്തിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനൊന്നും മറന്നു പോകണ്ട. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ബീഫ് ആവുമ്പോൾ അത്യാവശ്യം നല്ല വേവുണ്ടാവും. വീണ്ടും അടച്ചു വെച്ച് ഒരു 3/4 ഭാഗം വേവാവുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി കുരുമുളക് പൊടിയൊക്കെ ഇതിലേക്ക് ചേരുന്നത് വരെ കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറിയ കനലിൽ കിടന്നിട്ട് നല്ലപോലെ റോസ്റ്റായിട്ട് വരണം. ഒരു 20 മിനിറ്റോളം ഞാനിത് ചെറിയ കനലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനൊന്നും മറന്നു പോകണ്ട. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ബീഫൊക്കെ. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ബീഫ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ തേങ്ങാക്കൊത്തൊന്നും സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.